സൂര്യനാദം, ദശവായുക്കൾ, ദശനാഡികൾ ചേർന്ന് 96 തത്വത്തിനോട് നമ്മുടെ ശരീര അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. തമിഴിലിരുന്ന് എടുത്ത് മലയാളിയായി പറയുന്നത്. പഞ്ചകോശം, അത് അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, ജ്ഞാനമയകോശം, അനന്തമയകോശം. അന്നമയകോശം എന്നാൽ സ്ഥൂല ശരീര പങ്കാളികൾ. അവർകൾ മറ്റുള്ളവകളെ പങ്കം ചെയ്യാതെ കാത്ത് സൂക്ഷിക്കും. ഇത് ദശവായുക്കളിൽ 5 പറഞ്ഞ തത്വം. ആദ്യത്തെ. രണ്ടാമത്തത് പ്രാണമയകോശം. ഇവിടെ പ്രാണവായുക്കളും കർമ്മേന്ദ്രിയവും സ്വൽപ്പനം കാണുന്നതിൽ സൂക്ഷ്മ ശരീരത്തുടൻ ചേർന്ന് വേല ചെയ്യുന്നത്. സൂക്ഷ്മ ശരീരം ദശവായുക്കളിൽ രണ്ടാമത്തെ 5 വായുക്കൾ. നാഗൻ, കൂർമ്മൻ എന്ന വായുക്കൾ. മൂന്നാമൻ മനോമയ കോശം, മനസ്സ് പ്രവർത്തിക്കുക. അതിന് മനസ്സും കർമ്മേന്ദ്രിയവും ചേർന്ന്, രണ്ടും കൂടി ചേർന്ന് സൂക്ഷ്മ ശരീരത്തിനോട് ചേർന്ന് കർമ്മം പുലർത്തുന്നത് നമ്മളിൽ ഓരോരുത്തരുടെ ശരീരത്തിൽ. നാലാമൻ ജ്ഞാനമയ കോശം. വിജ്ഞാനമയ കോശമെന്ന് തമിഴിൽ പറയുന്നു. ബുദ്ധിയും പഞ്ചേന്ദ്രിയവും ഇണഞ്ഞ് സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിക്കും. ബുദ്ധി രക്തത്തിലിരുന്ന് ഉണ്ടാകുന്നു. അഞ്ചാമൻ മനസ്സ് പ്രവർത്തനം. പഞ്ചേന്ദ്രിയത്തിന് തലവൻ മനസ്സ്. അനന്തമയ കോശം, എന്തിനും ഓരോരോ മുടിവും ചിന്തിക്കലും പ്രവർത്തിക്കുന്നു. ഇത് 96 തത്വ ശരീരത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അതിൽ പറഞ്ഞ 4 പഞ്ചേന്ദ്രിയം ഇണഞ്ഞ് പ്രവർത്തിച്ചു. അഞ്ചാമനായി വരുമ്പോൾ 5 തരത്തിൽ ഇവർ തിരിയുന്നു. 96 തത്വ ശരീരത്തിൽ സേവകന്മാർ, പടയാളികൾ അനേകം ഉണ്ട്. ഇവർ തമ്മിൽ കുലം കുത്തും, തമ്മിൽ. ആ സ്വഭാവം നമ്മുടെ ശരീരത്തിൽ മാറ്റമുണ്ടാവും. അതിനാണ് തായും പിള്ളയും ആയാലും വായും വയറും മനസ്സ് വേറെ എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയം കാത്, കണ്ണ്, മൂക്ക്, സ്പർശം, വായ. കാത് സ്വരം കേൾക്കുന്നത്, മനസ്സ് കാഴ്ച കാണുന്നത് പുറമെ സീമയിൽ. മൂക്ക് വാസന നാറ്റം അറിയുന്നത്, വായ പറച്ചിൽ. സ്പർശം തൊലി ഉണർവ്, അത് പുറഭൂത പഞ്ചഭൂതത്തിൽ ഇരുന്ന് ഉണ്ടാകുന്നതിന് ഉണരുന്നത്. ഇവയ്കൾക്ക് പല പല അർത്ഥങ്ങൾ ഉണ്ട്. ഒരു വാക്കിൽ പറയുവാൻ അനേക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഇവர்கள் ഗുണം നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നത് അതുകൊണ്ടാണ്.